പണ്ട് മുതലേ എനിക്ക് ചെടികൾ നടുന്നത് ഒരു ശീലമാണ്. എനിക്കത് ചെടികളും പൂക്കളും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ചെടികൾ വാങ്ങിച്ച് നടും. റോസയായാലും ബോഗൺവില്ല ആയാലും അടീനിയും എൻ്റെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ, ഒരു തയ്യേ ഉള്ളൂ. പക്ഷെ അത് നിറച്ച് ആദ്യം നട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നിറയെ പൂത്ത്, റോസയായാലും എല്ലാം ബോഗൺവില്ല എല്ലാം ഒരു സമയത്ത് ഇങ്ങനെ പൂത്ത് അലങ്കരിച്ച് നിന്ന ഒരിതാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു രോഗം പോലെ അതിൻ്റെ തണ്ടുകളിലും ഇലയിലും ഒക്കെ എന്തോ ഒരു അസുഖം വന്ന് കുറേയൊക്കെ ഇല്ലാതായി, നശിച്ചു പോയി. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നുള്ള ഒരു ഇത് വെച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് ഈ ഒരു മരുന്ന്. ഇതിങ്ങനെ 1 ലിറ്റർ വെള്ളത്തിൽ 1.5 ml ഒഴിച്ച് സ്പ്രേ ചെയ്യണം. എല്ലാത്തിലും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അതങ്ങനെ ഞാൻ ചെയ്ത് 1.5 ആഴ്ച ഇടവിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് നല്ല മാറ്റമുണ്ട്. നല്ല ഇതിൻ്റെ ഈ റോസയൊക്കെ ആണെങ്കിൽ നിറച്ച് പൂക്കണ ഒരു റോസയാണ്. അതൊക്കെ അങ്ങ് കമ്പ് പഴുത്ത്, പക്ഷെ കുറേ അങ്ങ് കേടായതിന് ശേഷമാണ് ഞാൻ ഈ മരുന്ന് അടിക്കാൻ തുടങ്ങിയത് തന്നെ. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു മരുന്ന് അതെന്ത് വേറെയൊക്കെ മരുന്നൊക്കെ ചെയ്തു നോക്കി ഞാൻ, അതിലൊന്നും ഒരു ഇതുമില്ലായിരുന്നു. പക്ഷേ ഇത് നല്ലൊരു മരുന്ന് തന്നെയാണ്. ഞാൻ 2-4 ഇതിപ്പം 3ാമത്തെ പ്രാവശ്യമാണ് ഇതിങ്ങനെ അടിക്കുന്നത്. ഇപ്പം എല്ലാത്തിലും പുതിയ തിളിരുകളൊക്കെ വന്ന്, പുതിയ കുറേ പൂക്കളൊക്കെ പൂത്ത് ഇലയും ഇതുമൊക്കെ വന്ന് റോസകൾ ഒരുപാട് രക്ഷപ്പെട്ടു. പഴയതിൽ നിന്നൊക്കെ നല്ല മാറ്റമുണ്ട്. ഈ തണ്ടിലൊക്കെ ഒരുമാതിരി പൊരിഞ്ഞ് നിൽക്കുന്ന അതുപോലത്തെ ഒരു ഇതാണ് ഇതിൻ്റെ അസുഖം ആയിട്ട് കാണുന്നത്. ആ വെള്ളപ്പൊട്ട് പോലെ ആ റോസാ കമ്പിൽ കാണാൻ പറ്റും, ആ വെള്ളപ്പൊട്ട് പോലെ. അപ്പം അതൊക്കെ ഇപ്പോൾ ഒരുപാട് നല്ല മാറി, കുറേ പൂക്കളൊക്കെ വന്ന് ഇപ്പം കുറേ പൂവൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇത് വീണ്ടും ഈ സ്പ്രേ ചെയ്യണത്. ആ തണ്ടിൽ കാണുന്നുണ്ട് അത് ആ വെള്ളപ്പാട് പോലെ. അത് എല്ലാ കമ്പിലും ഉണ്ടായിരുന്നതാണ്. ആ കമ്പിൽ മറ്റുള്ള കമ്പുകളിലൊക്കെ മാറിയിരിക്കുന്നു. ഇതിന് ഒരു 2-3 പ്രാവശ്യമൊക്കെ കൂടെ ഇതിലടിക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് ശരിയായിക്കോളും, നല്ലതായിട്ട് മാറ്റം വരും. പിന്നെ ഇത് ചെടികളെയൊക്കെ ഇതിൻ്റെ തണ്ടിലൊക്കെ കണ്ടില്ലേ വെള്ളപ്പാട. ഈ ബോഗൺവില്ലയൊക്കെ ആണെങ്കിൽ എപ്പോഴും നോക്കിയാലും പൂവുള്ള, ഈ സീസണിലല്ല അല്ലാത്ത സമയത്തും പൂക്കണ ഒരു ബോഗൺവില്ലയാണിത്. എപ്പോഴും വെള്ളപ്പൂവും ഇതിലൊരു വയലറ്റ് പൂവും കൂടെ ഒരുമിച്ച് പൂത്ത് നിൽക്കും. ഇതുണ്ട ഈ കമ്പിലൊക്കെ ഇപ്പം മാറി. അപ്പോൾ അത് ഇപ്പം ഈ മരുന്നടിച്ചതിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ചെടിക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഇതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ വീഡിയോയിൽ ഇത് പറയണത്. ആ മരുന്നിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കത് വാങ്ങിച്ച് ഇതേപോലെ ചെയ്താലേ വീട് നമ്മൾ നട്ടേക്കുന്ന ചെടികളൊന്നും നശിക്കാതെ അത് രക്ഷപ്പെട്ട് കിട്ടുമല്ലോ. പിന്നെ ഇതൊക്കെ നടാനും എൻ്റെ മരുമകളൊക്കെ കൂടെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ചെടി വാങ്ങിക്കാനായാലും നട്ട് തരാനായാലും അവളും കൂടെ ഒക്കെയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത്, എല്ലാം ഒക്കെ ചെയ്തു തന്നത്. പിന്നെ ഇത് അതേപോലെ ഈ ബട്ടൺ റോസിലൊക്കെ അയ്യോ കൊല കുത്തി പൂക്കണ ഒരു ചെടിയാണ്. അത് ഇപ്പം അത് പട്ട് പോകുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷേ അത് രക്ഷപ്പെട്ട് വീണ്ടും പുതിയ തിളിരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ബോഗൺവില്ലയൊക്കെ നിറച്ച് പൂക്കണതാണ്. കാണാനൊക്കെ എന്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇനി എന്തായാലും അത് നിറച്ച് പൂക്കും. അതേപോലെ ഈ റോസ് ഞാൻ ഇതിനെ താമര റോസ് എന്നാണ് പറയണത്. കാരണം ഇതിൻ്റെ മൊട്ട് കണ്ട താമരപ്പൂവിൻ്റെ മൊട്ട് പോലെ ഓരോ ഇതൾ വീതമായിട്ട് വിരിഞ്ഞ് ഏകദേശം ഈ പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15-20 ദിവസമെങ്കിലും ആ പൂ കൊഴിയാതെ നിൽക്കും. അങ്ങനത്തെ ഒരു റോസയാണ്. ഇതിൽ നിറച്ച് കവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റ കമ്പായിട്ടുണ്ട്. അതിന് ഇപ്പോൾ അതാ പുതിയ തിളിരൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് രക്ഷപ്പെട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഈ ബോഗൺവില്ല എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള പൂവാണ്. ഇനിയിപ്പം എന്തായാലും ഇതൊക്കെ ഒന്ന് രക്ഷപ്പെടും. ഇനി നിറച്ച് പൂത്തതിന് ശേഷം ഞാൻ വീണ്ടും ഈ പൂക്കളെല്ലാം ആയതിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പം ഈ മരുന്നിൻ്റെ എഫക്റ്റ് എത്രയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഇത് വാങ്ങിച്ച് നമുക്ക് ഇതിൻ്റെ ഈ വളം കിട്ടുന്ന കടയിൽ കിട്ടുമായിരിക്കുമെന്ന് തോന്നണം. അല്ലെങ്കിൽ പൂക്കളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ചെടികളൊക്കെ വിൽക്കുന്ന അവിടെയൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്. എനിക്കിത് അവൾ തന്നെ, എൻ്റെ കൂട്ടുകാരി എനിക്ക് വാങ്ങിച്ച് തന്നതാണ്. അതുകൊണ്ട് അവൾ എവിടെ നിന്ന് വാങ്ങിച്ചതാണെന്ന്